നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ 2026 മാർച്ച് 1 മുതൽ 15 വരെ ഇവർക്ക് ഇന്ത്യൻ ജ്യോതിഷപരമായിട്ടുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ഭാഗ്യ ദൗർഭാഗ്യങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി അറിയുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നതാണ്. ഇവിടെ പറയുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു സമ്പൂർണ്ണ ഫലമാണ്, ഒരു പൊതുഫലമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 1 മുതൽ 15 തീയതി വരെ ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെ സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ആദ്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ഇവര് ഒരുപാട് കാലമായിട്ട് ചില കോഴ്സുകൾക്കൊക്കെ ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ചേരാനുള്ള ഒരു മാർഗം തുറന്നു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന വിഷയത്തിലല്ലാതെ മറ്റു ചില വിഷയങ്ങളിലൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തെളിയിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അതിനുള്ള ഒരു അവസരവും വേദിയും ഒക്കെ ഒരുങ്ങുന്നതാണ്. അത് വേണ്ട വിധത്തിൽ നിങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അടുത്തായിട്ട് ഈ തിരുവോണം നക്ഷത്രക്കാരുടെ വിവാഹകാര്യം എടുക്കുകയാണെങ്കിൽ വിവാഹത്തിലൊക്കെ തീരുമാനമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. പക്ഷെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് ഭാഗ്യം കൊണ്ട് പെട്ടെന്നൊരു ആലോചനയൊക്കെ വന്ന് അത് വിവാഹത്തിൽ കലാശിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഈ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മഫലം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മഫലം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അല്ലെങ്കിൽ ജോലിയൊക്കെ ആയിട്ട് ദൂരെ 2 സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ദമ്പതിമാർ, അതായത് പിരിഞ്ഞു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ എന്ന് പറയാം. ഒന്നെങ്കിൽ വഴക്കിട്ട് അല്ലെങ്കിൽ ദൂരെ 2 സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്ന ദമ്പതിമാർ, ഇവർക്ക് ഒന്നു ചേരാനുള്ള ഒരു അവസരം വന്നു ചേരുന്നുണ്ട്. ഇവര് ഒന്നിച്ച് താമസിക്കുവാനും ദാമ്പത്യ ജീവിതം സുഖകരമാക്കാനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ഒക്കെയുള്ള ഒരു സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ വീട്ടി തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വീട്ടാൻ കഴിയാത്ത ചില കടങ്ങളൊക്കെ അത് വീട്ടാനായിട്ടുള്ള ഒരു മാർഗമൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതാണ്. ശത്രുശല്യമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. കൂടാതെ നിങ്ങൾക്ക് വസ്ത്രലാഭം ഉണ്ടാവുന്നുണ്ട്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ട വസ്ത്രങ്ങളൊക്കെ ധരിക്കുവാനും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ചില വസ്ത്രങ്ങളും വസ്തുക്കളും ഒക്കെ വാങ്ങുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അകാരണമായിട്ടുണ്ടായിരുന്ന ഭയമൊക്കെ നിങ്ങൾക്ക് മാറി മനസ്സിന് കൂടുതൽ സന്തോഷവും സുഖകരമായിട്ടുള്ള അവസ്ഥയും വന്നു ചേരുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കാലുവേദന, മുട്ടുവേദന, നീർദോഷം അങ്ങനെയുള്ള ചില ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. പൂർണ്ണമായിട്ടൊക്കെ മാറുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് പുരോഗതിയാണ് കാണുന്നത്. സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാവുന്നതാണ്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ബാധകമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാകും. ബിസിനസ്, സ്വയം തൊഴിൽ എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ മടിച്ച് പിറകോട്ട് മാറരുത്. ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത്. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇത് നക്ഷത്ര ഫലമാണ് പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വേർതിരിവ് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. മാർച്ച് 8 തീയതിക്ക് ശേഷം 8-നും 15-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസം ലോട്ടറിയൊക്കെ നേരത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഭാഗ്യം സമ്പത്തിന്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പണം കൊടുത്ത് നിങ്ങൾ ലോട്ടറി ഒന്നും വാങ്ങരുത്. നമ്മൾ കർമ്മം ചെയ്താൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കർമ്മമാണ് ലോട്ടറി എടുക്കുക എന്നുള്ളത്. ഒരു ലോട്ടറി എടുത്താൽ തന്നെ നമ്മൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ലോട്ടറിയൊക്കെ എടുത്താൽ മതിയാകുന്നതാണ്. നിങ്ങളുടെ പൂർവികരെ സ്മരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ എല്ലാ പാപങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ്. ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 14-നും 15-നും തീയതികൾ നിങ്ങൾ ചെറിയ തോതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ അപകടങ്ങൾ, വലിയ ഭയക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചതവുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നടക്കുമ്പോഴായാലും വാഹനം ഉപയോഗിക്കുമ്പോഴായാലും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തിരുവോണം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ
2026 വർഷത്തെ മാർച്ച് മാസം പകുതി നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ആർക്കെങ്കിലും ഒരാൾക്ക് അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ ഒന്ന് നടത്തുക. കാരണം അന്നദാനം ഒരു പുണ്യകർമ്മമാണ്. നമ്മൾ ഒരുപാട് പണം ചെലവാക്കി ഹോമങ്ങളും ലക്ഷാർച്ചനകളും ഒക്കെ ചെയ്യുന്നതിലും വളരെ ഉചിതം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നയാള് അയാള് ഇത് സ്വീകരിക്കാൻ അർഹനാണോ എന്ന് നിങ്ങൾ ആദ്യം നോക്കേണ്ടതുണ്ട്. അർഹനാണെങ്കിൽ മാത്രം കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വെറും ഒരു സൽക്കാരം മാത്രമായിട്ട് ഒതുങ്ങുന്നതാണ്. സൽക്കാരം ചെയ്യാൻ ആർക്കും കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തിരുവോണം നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.